എടാ എന്റെ ലൈവ് പോയോ? ഹലോ ഹലോ ഗൈസ്, ലൈവ് പോയോ? ഹലോ എടാ എന്റെ ഇതെന്താ ഒന്നും ലോഡാവാതിരിക്കുന്നേ? ക്യാരക്ടർ ലോഡാവണില്ല, കമന്റ് ലോഡാവണില്ല. ലൈവ് പോയോ? ഹലോ കിക്കടിച്ചു പോയാ? ഹലോ ആ വന്നു 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 ഗൈസ്. അപ്പൊ എല്ലാവർക്കും വെൽക്കം. ലൈവ് ഉണ്ട്. ഓക്കെ ഓക്കെ ഗൈസ്, എല്ലാവർക്കും വെൽക്കം സ്ട്രീം. ഞാൻ റീഫ്രഷ് ഒന്നും ചെയ്തിട്ട് വരുന്നില്ലടാ. ലൈവ് ഓൺ ഗോയിങ് ആണ്. ആ ലൈവ് പോട്ടെ, സിറ്റി ലോഡാവണല്ലോ. എടാ 382 MS 19 PL. ഹലോ ഹലോ കേക്കാവോ? കേക്കാം. പക്ഷേ PL കത്തലുണ്ട്. ആണാ? ഇതെങ്ങനെ പറ്റണല്ലേ എനിക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ? ഇത് ഇത്ര നേരം സിറ്റി കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ഒരു 10-15 മിനിറ്റേ ഉള്ളൂ. 1000 2000 MS 21 PL. ഓക്കെ, എനിക്ക് MS ഇല്ല, PL മാത്രം. അപ്പൊ MS എന്റെ ഇഷ്യൂ അല്ലേ? 1600 MS. ഇത് കണ്ട, കഴിഞ്ഞ MRCയുടെ പ്രീവാറിൽ എന്റെ അവസ്ഥ ഇതായിരുന്നു ഗൈസ്. ഇതാ ഇങ്ങനെ നിക്കുവായിരുന്നു ആൾക്കാരെല്ലാം. ഇതെന്താ ഇങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാവണല്ലോ കേട്ടാ. ഗെയിം ക്യാച്ചർ ആണ്. ഇതാണോ വണ്ടി? നീ ആദ്യം ഒന്ന് നിലത്ത് നിക്കടാ. ഹലോ ഞാൻ കടന്നിട്ടില്ല. അപ്പക്കൂട്ടൻ കയറി നിൽക്കുന്നത്. ഗോഗു കമ്മിറ്റഡ് ആയി. എടാ ഗോഗു കമ്മിറ്റഡ് ആയോടാ? ആയിട്ടില്ല. പക്ഷെ അവന്റെ കൂട്ടും മുടിയൊക്കെ കളർ ചെയ്ത് ഇന്നലെ റോസാപ്പൂ വരെ കൊടുത്തത്. പാട്ടൊക്കെ ഇട്ട് പാടിയിട്ട് ചോദിച്ചപ്പോ മുടി വരെ മാറ്റി. ഗോകുന്റെ കോലൊക്കെ മാറ്റി, മുടിയൊക്കെ മാറ്റി. തുള്ളനായി. എടാ ഗോകുവേ, പാവം ഗോകു എന്ന് പറഞ്ഞിട്ട് ഗോകുവേ ഞാനില്ല കയ്യിൽ തീർന്ന ക്യാനാ ഫുള്ള്. എല്ലാവർക്കും വെൽക്കം. പെണ്ണിനെ ചാറ്റിക്കൊണ്ടിരിക്കും. അതാണ് അണ്ണന്റെ ലൈവ് കാണുന്ന എന്റെ ഒരു ഫ്രണ്ട് മരിച്ചു പോയ അണ്ണന്റെ ബിഗ് ഫാൻ ആയിരുന്നു. എന്തു പറ്റി? എടാ എന്തു പറ്റിയടാ? ഏകദേശം ആദ്യം കേട്ടാ അണ്ണൻ കേറിയിട്ട് PL കുറയുന്നുണ്ട്. 14 പേര്, എനിക്ക് 12 പേര് പറയുന്നുണ്ട്. 13 വന്നുണ്ട്. റെസ്റ്റ് പീസ് ബ്രദർ. 12 കൊമ്പനെ മൈൻഡ് ആക്കാന്നോ? കൊമ്പന ഏത് കൊമ്പൻ? കണ്ടില്ലല്ലോ. പെട്രോളിൽ വണ്ടി നടന്നു. ഞാൻ കണ്ടില്ലടാ അവനെ. ഹലോ എന്തിനു പരിപാടി? ആരായിട്ടതല്ലേ? ഞാൻ കണ്ടില്ല, ഞാൻ നിന്നെ കണ്ടില്ല. ഞാൻ ഇവിടെ നിൽക്കുവായിരുന്നു. എനിക്ക് മനസ്സിലായില്ല സത്യം. ഡ്രസ് അവിടെ നമുക്ക് ചെറിയൊരു തല്ലുണ്ട്. ഞങ്ങള് ഒന്ന് നോക്കിട്ട് വരാം. MS ഞാൻ തോന്നുന്നു. ഹോൾഡ് ലിഫ്റ്റഡ്. ഓക്കെ ഓക്കെടാ, പോയിട്ടരാ. എടാ ഗോകു എന്തിയടാ? ഹലോ എവിടെ നിൽക്കുന്നു ഗോകു? എവിടെ നിൽക്കുന്നേ? ഇവിടെന്ന് പറഞ്ഞാ എവിടാ? തൊട്ടിപ്പുറത്തേ അങ്ങോട്ട് നോക്കി.
വണ്ടി എടുക്കില്ല. ഞാൻ കൊണ്ട് വരാം. ഹലോ കണ്ട മുടിയൊക്കെ മാറ്റി ഷർട്ട് ഊരിയിരിക്കുന്നുണ്ടോ? ഷർട്ട് വെക്കുന്നത് മുടിയൊക്കെ മാറ്റി മുടിയുടെ കളറൊക്കെ ഹലോ ഹലോ ജോക്കി കേക്കാവോ? എന്ത് ജോക്കി ഒന്നും മിണ്ടാത്തെ? എനിക്ക് തോന്നുന്നു എനിക്ക് MS ആണെന്ന് തോന്നുന്നടാ. പറയടാ എനിക്ക് ജോക്കി വിളിക്കുന്നടാ. ഒരു സെക്കൻഡ് പോലെ ഒരു മിനിറ്റ്. ഹലോ ഹലോ ആ ജോക്കി എന്നാ സിറ്റി വന്നിട്ട് സിറ്റിയിലുണ്ടോ? സിറ്റിയിൽ ഉണ്ടെങ്കിൽ തന്നെ എവിടാണ്? ജീവനോടുണ്ടോ? എന്താണ് വിശേഷം? എന്തേലും ഒന്നൊരു വിളി. സിറ്റി കയറി കഴിഞ്ഞ ഒരു വിളി. ഓ ഒന്നും ആരും അല്ലല്ലോ. ഇപ്പോ എവിടെ ഉണ്ട്? എന്നാ ഞാൻ സ്ലോട്ടിൽ നിന്ന് മാറ്റിക്കോട്ടെ. ഇത്രയൊക്കെ എന്തായാലും എന്നെ പറ്റി മനസ്സിലുണ്ടെങ്കിൽ പിന്നെ സ്ലോട്ടിൽ നിന്ന് മാറ്റുന്നതിൽ വിഷമമില്ലല്ലോ. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ. ആ നീ എവിടെ ഉണ്ട്? ഞാൻ പൂളിലുണ്ട്. പൂള് ഓക്കെ പൂള് വരാം. എനിക്ക് സിറ്റിയിൽ എവിടൊക്കെ പൂളുണ്ടോന്ന് അറിയാം ജോക്കിക്ക്? നീ ഗ്യാങ് ഹൗസിലില്ലേ? ഇല്ലല്ല ഗ്യാങ് ഹൗസിലെ പൂളല്ല. പിന്നെ 5041 ഒരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിങ്ങിന്റെ സൈഡിൽ ഇടതുവശം തെക്ക് സൈഡിലായിട്ട് ഒരു പൂളുണ്ട്. ആ പൂളില. എന്താടാ നീ പറയുന്നേ? എവിടാന്ന് കറക്റ്റ് ലൊക്കേഷൻ പറ ജോക്കി. 5041 5041. എടാ ആ 5041 പോയടാ. എന്നെ വിളിച്ച് 5041 എന്ന് പറഞ്ഞാലും നമ്മുടെ ഗ്യാങ് ഹൗസ് ആണെന്ന് എനിക്കത് തിരിച്ചറിയാനുള്ള ബുദ്ധിയില്ല ഇപ്പോഴും. ഇതാര്? ഹലോ ഹലോ ആ ഹലോ കേക്കാവോ? ആ കേക്കാം. കോഴിക്കഫന്ന് വിളിക്കുവാണ്. ആ പറഞ്ഞു. ഞാൻ റയൻ വിളിച്ചിട്ട് കിട്ടുന്നു. അപ്പൊ സെക്കൻഡറി നമ്പർ കിടക്കുമായിരുന്നു. ആ ഓക്കെ. എന്താ കുട്ടിയുടെ പേര്? ഓക്കെ ആര്യ. ആര്യ. ഹായ് ആര്യ. ഹായ്. അപ്പോ ലൈക്ക് വീക്കിലി നിങ്ങളുടെ ഒരു 500 ഫുഡും 500 വാട്ടറും തന്നിട്ടുണ്ടായിരുന്നു. അത് എന്റെ കയ്യിൽ തന്നെ കൊണ്ട് തന്നാ മതി. 5041. ഓക്കെ. അതിന്റെ പേയ്മെന്റ് പെൻഡിങ് ആണേ. അതാ പറ്റിയത് മേടിച്ചാൽ മതി. ഓക്കെ. അത് പേയ്മെന്റ് തന്നാലേ ഇവിടുന്ന് ഫുഡ് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതാ ആണല്ലേ? എത്രയാണ് രണ്ടും കൂടെ? 2 കൂടെ 5.50. ഓ സോ ചീപ്പ് യാർ. 5.50 അല്ലേ? ഓക്കെ. അങ്ങനെ ഒരു കാര്യം ചെയ്യും. ടിവിയുടെ ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ടിൽ വന്നിട്ട് എന്നെ വിളിച്ചാൽ മതി. ഓക്കെ. ഞാനൊരു 10 to 15 മിനിറ്റ്സിൽ വരാം. അയ്യോ 10 to 15 മിനിറ്റ്സ് ഇല്ല, കുറച്ചുകൂടെ നേരത്തെ വരാൻ പറ്റുമോ? നമുക്കേ വാറും പ്രീവാറും ഉണ്ടായിരുന്നു. ആണോ? ബിക്കോസ് ഞാൻ ഒറ്റയ്ക്കുള്ള ലോഡ് ചെയ്തിട്ട് കൊണ്ടുവരാനേ. അതാ. അല്ലെങ്കിൽ നിങ്ങൾ അത് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചാൽ മതി. ഞാൻ ആ സമയത്ത് കൊണ്ടുവരാം. ഓക്കെ. എന്തായാലും ഒരു 10 to 15 മിനിറ്റ്സ് കഴിയുമ്പോ ആര്യ ഫ്രീ ആവുമ്പോ എന്നെ ഒന്ന് വിളിച്ചോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ചിലപ്പോ 11:30 ആയിരിക്കും വാറ് വെക്കുന്നത്. പ്രീവാർ ഉണ്ടാവുന്നത്. മാക്സിമം ട്രൈ ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ അത് കഴിഞ്ഞിട്ട്. ഓക്കെ താങ്ക് യു. ഓക്കെ ശരി. മാക്കിന്റെ ഗേൾഫ്രണ്ട് ആണ്. അതിന് ഞാൻ മോശമൊന്നും പറഞ്ഞില്ലല്ലോടാ. ഞാൻ എന്ത് മോശം പറഞ്ഞു? എനിക്കറിയൂ വിളിക്കുന്ന ആൾക്കാർക്കൊക്കെ റിലേഷൻഷിപ്പ് ഉണ്ടോ. ഞാൻ ജസ്റ്റ് പേര് ചോദിച്ചു, അത്രയല്ലേ ഉള്ളൂ. കാറിലൂടെ മിസ് കോളോ? കാർലോ അങ്ങോട്ട് ബാക്കിലോട്ട് വന്നാൽ മതി. ബാക്കിലുണ്ടോ? ഇത് ആരാ? എവിടെ കാർലോ? എന്തി കാർലോ? കാർലോ ഒന്ന് വന്നേ ഇങ്ങോട്ട് പെട്ടെന്ന്. എനിക്ക് വിഷയം അറിയത്തില്ല. എടാ ഞാൻ ഇത് ഇവിടെ അടുത്തൊരു വീടില്ലടാ. അവിടെ വന്നപ്പോഴാണ് അതിന് ശരിയോ? വാസു
ഞാൻ എന്റെ പെണ്ണുപിള്ള ഒന്ന് കെട്ടിപ്പിടിക്കട്ടെ. ഇപ്പൊ സിറ്റിയിൽ അതാണ് സംസാരം. ഇരിക്കൂടെ, ഇരിക്കൂലത്തെ. ഇതെടുത്തിട്ട് ഗിഫ്റ്റ് ഞാൻ അടുത്ത് ഇത് അടുത്ത ഗിഫ്റ്റാ. ഇത് അടുത്ത ഗിഫ്റ്റാണ്. ഇത് അടുത്ത ഗിഫ്റ്റാ. പേരുണ്ടല്ലോ TVK. കാരണം നമ്മള് അതായത് ഇതിപ്പോ അപ്പാപ്പനാണെന്ന് വിചാരിച്ചോ. ഇത് ഇടത്തൊക്കെ ഞാനും സ്ഥലത്തൊക്കെ കാരണമാണ്. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, നീ എന്ത് ഈ കോലത്ത്? ഇത് ചോക്കി ഇന്നലെ ഉണ്ടല്ലോ, ഇന്നലെ ഞങ്ങള് വേറൊരു സംഘടനയ്ക്ക് വേണ്ടിയിട്ട് പോയേക്കുമായിരുന്നു. ആ സംഘടന പ്രവർത്തകന്റെ വേഷം ഇതായിരുന്നു. എടാ നമ്മുടെ സംഘടനയുടെ എടാ ഇന്നലത്തെ നമ്മുടെ സംഘടനയുടെ പേരെന്താ? ABZ സംഘടന തൈക്കാട് ഘടകം. അവർക്ക് വേണ്ടിട്ട് ചെറിയൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിനു വേണ്ടി ഈ ഡ്രസ് മനസ്സിലായി. അതെ, കുറച്ച് കാര്യങ്ങൾ ഇൻവൈറ്റ് ഇനിയിപ്പോ ഇവിടെ എല്ലാരും അതാ അത് 11:30 ആണെന്ന് തോന്നുന്നു. എന്ത് പറ്റി? നമ്മുടെ മറ്റേ ഇവിടെ അതോ നമ്മള് ഇത് വേണോ ഗ്യാങ്സ് കയറണോ? ഇല്ല കുഴപ്പമില്ല. എല്ലാം നമ്മുടെ പിള്ളേരെല്ലാരും. അല്ല എന്നാ പിന്നെ നമുക്ക് ഒഫീഷ്യൽ ഫോർമലായിട്ട് അങ്ങോട്ട് തന്നെ പോവാ. വീട്ടിലോട്ട് വാ. ജോക്കി വാ വീട്ടിലോട്ട് വാ. കൈക്കാട് കിടക്കുന്നത് ഇതാരാ ഈ കിടന്ന് വിളി? ഹലോ അണ്ണാ. ആ പറയടാ. ഞാൻ മറ്റേ TGന്റെ മെസ്സേജ്. ആ പറയടാ, സുഖല്ലേ? അതല്ല അണ്ണാ, വേറെ ആരല്ലേ മെസ്സേജ് ആയ? അല്ല അതല്ല അണ്ണാ, അണ്ണന്റെ ഒരു കൂട്ടുകാരൻ റോഡ് വെച്ച് കണ്ട്. എവിടെ വെച്ച് കണ്ട്? റോഡ് വെച്ച് കണ്ട് വിചാരിച്ചോ? അണ്ണൻ കണ്ടിട്ട് മൈൻഡ് ആക്കാണ്ട് പോയി അണ്ണന് വിഷമം. പിന്നെ അല്ലാതെ അപ്പഴേ അവനെ ഞാൻ പോയി പുറകെ പോയി കറന്നടിക്കൂലേ അവന്റെ. നിന്റെ ജാടയൊക്കെ ഒരു ദിവസം തീരുവാണോ നീ പുഴുത്തിയാവോന്ന് പറഞ്ഞ് പ്രാവുകയും ചെയ്യും. അണ്ണൻ മന്ദാരത്തിന് റോഡിൽ വെച്ച് കണ്ട അണ്ണ. അപ്പനെ അളിയാന്ന് വിളിച്ച് കേറി. അപ്പൊ മന്ദാരം പറയാ ഏതളിയൻ നീ ഏതടാന്ന് വണ്ടി നോക്കിയണ്ണ. അയ്യോ ശരിക്കും ഇതൊക്കെ ഉണ്ടല്ലോടാ. മരിക്കുന്നവരെ എന്റെ അടുത്ത് കാണുമായിരുന്നെ മരിക്കുന്നവന്റെ വരെ എന്റെ ഉള്ളിൽ കിടന്നേനെ. ഞാൻ ചാവുന്നതിന് മുമ്പ് തന്നെ അവസാനം പറയാൻ പോണത് ഇതായിരിക്കും, മന്ദാരം പട്ടി ഗതി പിടിക്കില്ലടാ, ഇങ്ങനെ പറഞ്ഞേ ഞാൻ ചാവുള്ളൂ. ഇതൊക്കെ എങ്ങനെ നെഞ്ചി കൊണ്ടു നടക്കും ഞാനൊക്കെ ആണെങ്കിൽ. എന്നിട്ട് മെസ്സേജ് അയച്ച് അവന്റെ സേവ് ചെയ്തിരുന്ന് മാങ്ങ അളിയെന്ന് ഇരുന്നിട്ടാണ്. മാങ്ങ അളിയനോ? എന്റെ പേര് മാങ്ങ. ആ നിന്റെ പേര് മാങ്ങ കോടെന്നാണല്ലേ? അപ്പൊ അണ്ണാ അവൻ പറയാ ഹൂ ഇസ് ദിസ് എന്നോ? വെരി ബാഡ്. വിട്ടുകളടാ, ലൈഫ് ഇങ്ങനെയൊക്കെയാ. പിന്നെ ജോലിക്ക് കയറിട്ടാണ്. എവിടെ? KVA സെക്യൂരിറ്റി ആയിട്ട്. സൂപ്പർ. എന്ന് കേറി? എന്താണ് ഞാൻ കേറിയിട്ട് കൊറേ ആയി. പക്ഷെ ആണല്ലേ? കാർലസിനോട് ചോദിച്ചാ അറിയാം മാങ്ങോട്ട്. മാങ്ങോട്ടോട് ഞാൻ ചോദിക്കാം. ഇനിയിപ്പോ ഞാൻ അതുവഴി പോകുമ്പോ ഞാൻ അവിടെ നിർത്തിയാ കൂടെ കേറാം. നീ വെളിയിൽ തന്നെ ഉണ്ടാവുമല്ലോ. ഓക്കടാ സെറ്റടാ. അന്നാ മന്ദാരത്തിനോട് ചോദിക്കണം മാങ്ങോട് ആരെന്ന് ചോദിച്ചു നോക്കണ. ആരെടുത്താണ്? മന്ദാരത്തിനോട് ചോദിച്ചോക്കണം. മന്ദാരത്തിനോട് ചോദിക്കാം. ഓർമ്മ ഉണ്ടോ ചോദിച്ചു നോക്കണ. ഫേക്ക് ഫ്രണ്ട്സിനെയൊക്കെ മറന്നുകളാ, ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയാരെ. ഇവിടെ ഹലോ ഹലോ അകത്തോട്ട് വാ. കുക്കുടെ പറഞ്ഞാ കുഴപ്പമുണ്ടോ? ഇല്ലില്ല, കുക്കുട് വരുന്നല്ലേ. എല്ലാരും കിട്ടിയേട്ടാ. ജസ്റ്റിസ് മാറായ സത്യം. റൂൾസ് പാർട്ട് 2 വന്നേരെ. സത്യല്ലേ? ഡ്രസ് മാറാൻ ഇപ്പൊ വീട്ടിൽ അതിഥി വരുമ്പോഴാണ് ഡ്രസ് മാറാൻ പോണേ. എന്റെ കട കറക്റ്റ് ഒരു ഗുഡ ലുക്കല്ലേ? മന്ദാരം അവിടെ ഉണ്ടോ? മന്ദാരം എന്താ നീല, നിനക്ക് ഇത്ര ആറ്റിറ്റ്യൂഡ്? ഇത് നീലല്ലേ?
നിന്റെയൊക്കെ മുടി മാറ്റിയോടാ, നിന്റെ മുടി ഇതാണോ ഇത്? ഞാൻ മറ്റേ സിനിമയിൽ നായകൻ ഇങ്ങനെ പറഞ്ഞല്ലേ ഉച്ചക്ക് നിന്നെ ഷോക്ക് അടിച്ച് തെറിച്ച് വീണത് നീ. ആ കറണ്ട് പോയ അദ്ദേഹത്തോട് ഇപ്പോഴും പോയി. ഉച്ചക്ക് വല്ലുപോലെ ഷോക്ക്. ഇരിക്കും വാ കറല, എല്ലാരും ഇരിക്കും വാ വാ കറല, ഇരിക്കും വാ 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 കൊക്കടോ വാ, ഇരിക്കും സ്വന്തം വീട് പോലെ കണ്ടാ മതി. വാ 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 വാ. ആ മന്ദാരം എവിടെ ഉണ്ടാ? ഒന്ന് എവിടേക്കുന്ന ഒന്ന് വന്ന് ഗ്യാങ് ഇതോട്ട് ഒന്ന് അടുത്തോട്ട് വന്നത്. ഓ കുഴപ്പമില്ല, ദാറ്റ്സ് ഓക്കേടാ. ആ ഗൈസ് ഉച്ചക്ക് ആദ്യം പറയാൻ പറഞ്ഞത്, ഉച്ചക്ക് ഇവനെ മിന്നലടിച്ച് ഇവനെ ഷോക്ക് അടിച്ച് പി സി എന്ന് വില്ലുമോനെ ഒരു 2 മിനിറ്റ് പറഞ്ഞിട്ടൊക്കെ പിന്നെ ഓക്കെ ആയി, പിന്നെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ഈ ഷോക്ക് അടിക്കുമ്പോൾ വെള്ളമൊന്നും കുടിക്കരുത് കേട്ടോ നിങ്ങള്. ആ ഇന്ന് ഉച്ചയ്ക്കാന്ന് തോന്നുന്നു, ഉച്ചക്കല്ലേ ഉച്ചയ്ക്കോ വൈകിട്ടോ എന്താണ്, വൈകിട്ടാന്ന് തോന്നുന്നു. ഈ നിങ്ങൾ ഷോക്കൊക്കെ അടിച്ചാലേ വെള്ളമൊന്നും പെട്ടെന്ന് എടുത്ത് കുടിക്കില്ല കേട്ടോ, കറണ്ട് പാസ്സാവും, പ്രശ്നമാണത്. മിന്നൽ വില്ലു ഹലോ. ആ പറഞ്ഞു. അപ്പൊ കാര്യം പറഞ്ഞു. തലസിൽ പറയാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ ഞാൻ തലസല്ലാത്ത സമയത്ത് വളരെ ചുരുക്കം ഇവിടെ കേറാറുള്ളൂ. ആ ഇന്നെന്തായാലും ഈ നമ്പറെ കാണാൻ പഠിച്ചു. 480414512703 അല്ലേ? ആ ഓക്കെ ഓക്കെ, ഞാൻ കാണാൻ പഠിച്ചിട്ടുണ്ട്. ഓക്കെ ഓൾ ഗുഡ് ഓൾ ഗുഡ് ഓൾ ഗുഡ്. ബാല ഒരു മിനിറ്റ് ബാല, ബാല ഞാൻ വൈകിട്ടത്തേക്ക് ഇട്ടേക്കാ സ്ലോട്ടില്. ഓക്കെ ഓക്കെ ഇറ്റാച്ചി കുറച്ച് ഒരാഴ്ചത്തേക്ക് ഇനാക്റ്റീവ്, അപ്പൊ ആ സ്ലോട്ടിൽ ഇടാം. മാങ്ങ കോടിനെ അറിയാം. കാര്യം പറയട്ടെ വാസു, നോക്കി അകത്ത് വെയിറ്റ് ചെയ്യുമല്ലേ? വരുമോ? അത് ഇവരെ കൂടെ വിളിച്ചിട്ട് വരാന്ന് വിചാരിച്ചു. അതിന് വന്നിട്ട് ചോദിക്കാം. എന്നാ വളർത്തോട്ട് വേണം. ഈ പി എൽ വെച്ച് എങ്ങനെ വാറ് കളിക്കും കൈസ്? എങ്ങനെ പ്രീ വാറ് കളിക്കും ഈ പി എൽ വെച്ച്? 20 PL 109 പിങ്ങും. കരക്കിരിക്കാന്ന് വെച്ചാ 25 പേരും ഇല്ല, ഇന്ന് 22 പേരേ ഉള്ളൂ. ഒരു സെക്കൻഡ്. ഈഗിൾ എക്സ്പോസ്ഡ് 8K ബോട്ട് വ്യൂസ്. 8K അല്ല എടാ, എന്റെ ഒരു ആവറേജ് വാച്ചിങ് എന്നൊക്കെ പറഞ്ഞ ഒരു 1000 1500. ഞാനിപ്പോ ഒരു 13,000 ആണ് ഇപ്പൊ അടിച്ചു വെച്ചിരിക്കുന്നത്. ഇതനുസരിച്ച് നമ്മൾ ഇങ്ങനെ കൂട്ടും, മനസ്സിലായ? എന്റെ ആവറേജ് വാച്ച് 1K. ഹലോ 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 കാർലോ, ഇവിടെ കുറെ പേര്, ഞാൻ കുറച്ച് ദിവസം ഇല്ലാത്തത് കൊണ്ടേ കുറെ കാര്യങ്ങൾ, ഈ ഫുഡ് കൊണ്ടുവരാനും അത് കൊണ്ടുവരാനും എല്ലാ ആൾക്കാരും വന്നേക്കണം, മനസ്സിലായേ? അതെല്ലാം ഡീൽ ചെയ്യുമായിരുന്നു, അതാ ഞാൻ അങ്ങോട്ടൊന്ന് പോയെ. ആ പറ കാർലോ. എല്ലാരും മിണ്ടായിരിക്കണോ സൈലന്റ് അവിടെ. അപ്പൊ നാളെ നമ്മുടെ ഗ്യാങ് ഹൗസിന്റെയും ഗ്യാങ് വണ്ടിയുടെയും പിന്നെ നമ്മുടെ ഒരു ഇനോഗ്രേഷൻ ആണ്. അപ്പൊ ഇവിടെ അറിയില്ല, ഇവിടെ മൊത്തം പ്രശ്നങ്ങളായിട്ട് നമ്മൾ ഇവിടെ വെച്ച് ഇതാക്കുന്നില്ല, വേറൊരു സിറ്റിയിലാണ് നടത്തുന്നത് പ്രൈവറ്റ് ആയിട്ട്. അതായിരിക്കും നല്ലത്. അപ്പൊ നമ്മള് എല്ലാരും വിളിക്കുന്നില്ല, ടീമിനെയും പിന്നെ കുറച്ച് ക്ലോസ് ആയിട്ടുള്ള കുറച്ച് പേര് മാത്രമേ വിളിക്കുന്നുള്ളൂ. എന്നിട്ട് പിന്നെ ബാക്കി പിന്നെ ഒഫീഷ്യലി നമ്മള് പബ്ലിക്കിന് ഓപ്പൺ ആയി കൊടുക്കുന്ന രീതിയിലാണ് പിന്നെ ഇവിടെ ഈ സിറ്റിയിൽ ചെയ്യുന്നത്. മനസ്സിലായി. അതായത് അവിടെ നടത്തുന്നത് നല്ലത്, ഇവിടെ നടത്തിയാൽ നടക്കൂല. അത് സത്യം. ഇവിടെ ആണെങ്കിൽ ഒരു 5-6 അവിടെ ഇറങ്ങി കയറേണ്ട അവസ്ഥ വരും. സത്യം ഉറപ്പായിട്ടും. പിന്നെ നാളെ ആകുമ്പോഴത്തേക്ക് എക്സ്ട്രാ അടിയും വരും, ഒരു സംശയമില്ല. ഇങ്ങനെ എന്തെങ്കിലും സെറ്റ് ചെയ്തതിന്റെ എക്സ്ട്രാ അടിയാ. സത്യം ഇങ്ങനെ എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ പിന്നെ കയറാനേ പറ്റില്ല, സൗണ്ട് ഇഷ്യൂ ആക്കത്തെ ഇഷ്യൂ ഒക്കെ വരും. അതെ അതെ. അപ്പൊ ഇതിന്റെ ഇതൊക്കെ മറ്റേ അറിയിക്കാം, അതിന്റെ IP സംഭവങ്ങളൊക്കെ സമയം ഫിക്സ് ആക്കിയിരുന്നോ? നാളെ ഞാൻ ഇല്ലടാ. എന്തായാലും ഒരു 11 ആയിരിക്കും. മറ്റന്നാളത്തേക്ക് വെക്കാമോ ചോദിച്ചാലോ?
ഇവരുടെ പരിപാടി ആയിട്ടുണ്ട്. എല്ലാരും കേറണ്ടേ ആ ഒരു സമയത്തിന്? അപ്പൊ എല്ലാരും വരിക. നാളത്തേക്ക് വെക്കാൻ പറയട്ടെ. ആ ഉറപ്പായിട്ട് കാരണം അപ്പൊ എല്ലാരും വരിക. എടാ അപ്പൊ താങ്ക് യു പറയുന്നില്ല. നമ്മളെ ഇൻവൈറ്റ് ചെയ്ത് നമുക്ക് എന്തായാലും അറിയാം. ഞങ്ങൾ എത്തിയേക്കാം ഉറപ്പായിട്ടും. ഓക്കെ 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 ഓക്കെ. ഒരു സെക്കൻഡ് കാർലോ. ജോക്കി ഒന്ന് വന്ന്. എടാ ഇല്ലടാ മറ്റേ അവരുടെ ഗ്യാങ് ഇവന്റ് ഞാൻ മാറ്റാൻ പറഞ്ഞത് മോശമാടാ. പോടാ അങ്ങോട്ട്. ജോക്കി ഞാൻ നാളെ ഉണ്ടാവില്ലെന്ന് അറിയാലോ. ജോക്കി ഇത് അറിഞ്ഞും കണ്ടു ചെയ്യണം. നമ്മുടെ അവരുടെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ പരിപാടിയാ. നമ്മളാണത് സക്സസ് ആക്കേണ്ടത്. ഞാൻ അങ്ങോട്ട് വരുമല്ലേ? ഞാൻ അങ്ങോട്ട് വരുമല്ലേ? ഓക്കെ. അണ്ണാ ഇത് കഴിഞ്ഞിട്ട് വിസി വരാൻ പറഞ്ഞു. സപ്പോർട്ട് വിസി ലൈവ് മ്യൂട്ട് ചെയ്തിട്ട്. എന്തിന്? ഈ പ്രീവാറും വാറിന്റെ എന്തോ സംസാരിക്കാൻ ലൈവ് മ്യൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ കേരളത്തിൽ എവിടെ പോയാലും അത് ഞാൻ തന്നെ വരണമല്ലേ ലാസ്റ്റ്? ബാലിനെ കുത്തിയെന്ന് എന്തൊക്കെയാണ് നടക്കുന്നേ? ആരാ കുത്തിയത്? അറിയില്ലെന്നാ ആര് കുത്തിയെന്ന്. അപ്പൊ ഇന്ന് വാറില്ലോ? എനിക്ക് അറിഞ്ഞുകൊണ്ടാ ആറ്റുനോറ്റിന് വാറിട്ടേ. കാരണം അപ്പൊ പരിപാടിയൊക്കെ അടിപൊളിയായിട്ട് ഗംഭീരമായിട്ട് നടക്കട്ടെ. ഞാൻ നാളെ കറക്റ്റ് 10 മണിയാകുമ്പോ ഞാൻ എത്തൂല. നാളെ ഞാൻ ഉണ്ടാവില്ല. നാളെ ഇല്ല. കാരണം മറ്റന്നാളിലേക്ക് വെക്കാൻ പറ്റുമോ ചോദിക്കാൻ പറ്റില്ലല്ലോ. നിങ്ങളുടെ പരിപാടി ആയി പോയില്ലേ? ഞാൻ പുറത്ത് സംസാരിച്ചോട്ടെ. ഓക്കെ ഓക്കെ. കുഴപ്പമില്ല. പ്ലാൻ ചെയ്ത് നടന്നോട്ടെ. എനിക്ക് നാളെ വരാൻ പറ്റുന്ന സാഹചര്യമല്ല. അതുകൊണ്ടാ. ഇല്ല അഥവാ നാളെ ആണെങ്കിൽ നമ്മുടെ എല്ലാരും ഉണ്ടാവും. ജോക്കി എല്ലാരും ഉണ്ടാവും. എല്ലാം സെറ്റ് ആവട്ടെ. എന്തായാലും നോക്കിട്ട് പറ കാർല എന്റെ അടുത്ത്. ഓക്കെ 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 ഓക്കെ. ഓൾ ഗുഡ്. അപ്പൊ ഓൾ ദ ബെസ്റ്റ്. ഒരു അടിപൊളി സാധനം വരട്ടെ. ഓക്കെ. അതാ നാളെ ഞാൻ വന്നില്ലെങ്കിലും മറ്റന്നാളെ ഞാൻ അവിടെ വന്ന് കണ്ടോളാം. ഓക്കെ ഓക്കെ. അത് വേണ്ട. അതാണ് ഞാനും പറഞ്ഞത്. കാർലോ എനിക്ക് വെളിയിലൊന്ന് സംസാരിക്കാൻ ചെല്ലാൻ പറഞ്ഞായിരുന്നു അവര്. ഞാൻ ഒന്ന് പോയിട്ട് വരാം. നമുക്ക് അങ്ങനെ പറയണത് വൈകരുതാട്ടാ. കോശ ഞാൻ അവരുടെ വീസിലൊന്നും ചെല്ലട്ടെ. ഒരു മിനിറ്റ്. ദം തര ദം ദര മസ്ത് മസ്ത് തര ദം ദര ദം ദര മസ്ത് മസ്ത് തര ദം ദര ദം ദം. എന്തിയടാ വീസി കാണുന്നില്ലല്ലോ. എക്സ്ലാൻഡിസ് സിറ്റി. സപ്പോർട്ട് വെയിറ്റിംഗ്. മ്യൂട്ട് ചെയ്യാം. ഡെസ്ക്ടോപ്പ് ഓഡിയോ. മുത്തേ ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. ഹാപ്പി അല്ലേന്നോ? ഹാപ്പിയാണ്. ഹലോ ഹലോ. എൻ്റെ അടുത്ത് സപ്പോർട്ട് വിസിൽ ഒന്ന് വരാൻ പറഞ്ഞായിരുന്നേ. ഓക്കെ. ഇന്നടിക്കാം. ഇല്ല അവരുടെ സൗണ്ട് നിങ്ങക്ക് കേൾക്കുന്നില്ലല്ലോ ഗൈസ്. അവരുടെ സൗണ്ട് നിങ്ങക്ക് കേൾക്കാവോ? ഇല്ലല്ലോ. ഡെസ്ക്ടോപ്പ് ഓഡിയോ ഇല്ലല്ലോ. എന്റേത് മാത്രമല്ലേ കേൾക്കുന്നുള്ളൂ. ഓക്കെ ഓക്കെ. ഓൾ ഗുഡ്. എവിടെ പോണു നാളെ ബ്രോ? എന്താണെന്നറിയോ, എനിക്ക് ഒരു പരിപാടി, ഞങ്ങളുടെ ഒരു പരിപാടി പോസ്റ്റ്പോണ്ട് ആയത് ഞാൻ അറിഞ്ഞില്ല. ഞാൻ നാളത്തേക്കാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അപ്പൊ പെട്ടെന്ന് നാളത്തേക്കാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് എനിക്ക് ഒന്നാമത്തെ കാര്യം വയ്യാതെ ഇരിക്കുക, സൗണ്ട് ഇത് കമ്മിറ്റ് ആയും പോയതാണ്. അപ്പോൾ ഒരു ഷോയും ഉണ്ട്. അപ്പൊ ഇതെല്ലാം ഇപ്പൊ
കോളേജ് സ്കൂൾസ് ഒക്കെ റീ ഓപ്പൺ ആയി ഇത് വീണ്ടും പരിപാടികളൊക്കെ തുടങ്ങി വരുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ അവരുടെ കൂടെ ആ ഒരു കമ്മിറ്റ്മെന്റ് നിൽക്കുന്നതല്ലേ. അപ്പോൾ പെട്ടെന്ന് വരുന്നില്ല എന്ന് പറഞ്ഞാൽ അത് അവരെ ഒരുപാട് അഫക്റ്റ് ആവും. മീൻസ് അവരെ എന്നെ വെച്ച് പിച്ച് ചെയ്യണതല്ലേ. അപ്പോൾ എനിക്ക് അത് ഇതാക്കാൻ പറ്റില്ല. ഫുഡ് വാട്ടറോ? അയ്യോ ഒരു മിനിറ്റ്. ഇല്ലല്ല ഒരു മിനിറ്റ്, ഞാൻ അവിടെ സംസാരിച്ചോണ്ടിരിക്കും. പറ്റി ഹലോ ഹലോ പറഞ്ഞോ. ഇല്ലില്ല 10 മിനിറ്റ് അല്ലേ? ഓക്കെ 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 ഓൾ ഗുഡ്. ഓക്കെ ഓക്കെ. ഗൈസ് PL ഇഷ്യൂ ആണ്. PL ആണ് സിറ്റിയിൽ. PL ഓക്കെ ആയി, ഇപ്പൊ ഓക്കെ ആയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കൂടെ നോക്കിയിട്ട് PL സ്റ്റേബിൾ ആണെങ്കിൽ ഇന്ന് തന്നെ അടിക്കുക, അല്ലെങ്കിൽ ഒരു റീഷെഡ്യൂൾ ചെയ്യണം. അതെ എല്ലായിടത്തും അവര് പറഞ്ഞെന്ന് പറഞ്ഞാൽ PL ആണ്. PL ഒരു 10 മിനിറ്റ് കൂടെ നോക്കട്ടെ. ഇപ്പൊ PL ഓക്കെ ആയി. 10 മിനിറ്റ് കൂടെ നോക്കിയിട്ട് PL ഓക്കെ ആണെങ്കിൽ ഇന്ന് തന്നെ അടിക്കുക, അല്ലെങ്കിൽ അവർ റീഷെഡ്യൂൾ തരാമെന്ന്. എടാ കണ്ണാപ്പി വന്നില്ലടാ. അപ്പൊ ഉറപ്പിച്ചു അവൻ അച്ഛനെ കൊണ്ട് വള്ളത്തിൽ എവിടെ വിട്ട്. ഒരു സംശയവും ഇല്ല. ഫോട്ടോ ഈ പകൽ സമയം രാത്രിയിൽ വല്ല വിളിച്ച് അന്വേഷിച്ചോ? ഒരു ഞാൻ ആ പാവ അച്ഛൻ എന്തായിരുന്നു എനിക്ക് അറിയാൻ ഒരു ക്യൂരിയോസിറ്റി. വേറെ ഒന്നുമല്ല, ഇവനെയൊക്കെ തല്ലിക്കൊന്നാലും ചാവില്ലെന്ന് എനിക്ക് അറിയാവുന്ന കൂട്ടത്തിലാണ്. എനിക്ക് അച്ഛൻ്റെ കാര്യത്തിൽ ഒരു കൺസേൺ ഉണ്ട്. ഞാൻ അച്ഛനെ ഒന്ന് വിളിച്ചോട്ടെ, കണ്ണാപ്പി ഒന്ന് വിളിച്ചോട്ടെ. ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ ഐഫോൺ ആയതുകൊണ്ട് വെള്ളത്തിൽ പോയാലും ഒരു 10-12 മണിക്കൂർ എന്തായാലും റിങ് ആവും. ഇത് വെള്ളത്തിനകത്ത് തന്നെ, ഇത് വെള്ളത്തിലാണേ. ഇത് വെള്ളത്തിനകത്ത് പോയി. ഫോൺ എടുക്കണല്ലോ, വെള്ളത്തിനകത്ത്. ഇത് ഫോൺ വെള്ളത്തിലാ. ഹലോ കണ്ണാപ്പി, ലൈവാണേ. ഞാൻ ഇവിടെ ലൈവില് തത്സമയം. പിന്നെ അല്ലാതെ തത്സമയം എടുത്ത സമയല്ലേ ഇത്? അച്ഛനെന്ത്? എവിടെ? ഹാപ്പി അല്ലേ? സ്പീഡ് ബോട്ട് കൊണ്ടുപോയാ? മധുര സൈഡിലോട്ട് വെള്ളത്തിൽ കൊണ്ടുപോയാ പുള്ളിയെ? എന്ത് മരിച്ചു? എന്താ അവരെത്തി? അവിടെ എത്തിയില്ലേ ഇതുവരെ? ഇപ്പൊ എവിടെ നീ ഉള്ളേ? നീ തിരിച്ചു വീട്ടിലെത്തിയോ? പോയി പറഞ്ഞോളൂ, ഇവിടെ റേഡിയോയിലുണ്ട്. ഓക്കേടാ. ഓക്കേടാ ശരി. എന്താ നേരത്തെ കാലച്ചേട്ടനെ നമ്മൾ പറയണ്ടായിരുന്നു.
എടാ ഒരു മിനിറ്റടാ. ഹലോ 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 ആ ഇതാരാ? ലീഡറാണല്ലോ. അതെ ഇതാരാ? ഞാൻ ശംഖുമോ. ഞാനിങ്ങനെ ഈ ഓരോ ഗ്യാങ്ങിന്റെ ലീഡറിനെയും ആൾക്കാരെയൊക്കെ പരിചയപ്പെട്ട് വരണായിരുന്നു. അപ്പൊ ബ്രോനൊന്ന് കാണാൻ പറ്റുമോ? ഞാൻ ഞാൻ ഒരു ബേസിക് ഒരു കാര്യം പറഞ്ഞുതരാം. ഞാൻ ആദ്യം പറഞ്ഞു. നമ്മളൊരാൾ കോൾ വിളിക്കുമ്പോൾ നമ്മളൊരാൾ കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആൾ കട്ടിയായിരുന്നോ? മനസ്സിലായില്ലേ? എന്റെ ഫോണിന്റെ പ്രശ്നം പറയണ്ടായിരുന്നു. 50 വട്ടം കട്ട് ചെയ്തു. ആണോ? ഞാൻ എന്റെ ഫോണിന്റെ പ്രശ്നം പറയണ്ടാണ് ഇരുന്നത്. ആ ഓക്കെ, അതായാലും അത് വിട്. വിളിച്ചത് അല്ല, അത് ഒരു പ്രശ്നമില്ല. അല്ല, ഞാൻ ഇങ്ങനെ ഓരോ ലീഡറിനെ പരിചയപ്പെട്ടു വന്നത്. അപ്പൊ കാർലനെയൊക്കെ പരിചയപ്പെട്ടു. ആ ലീഡറിനെ അങ്ങനെ പരിചയപ്പെടാന്ന് ചോദിച്ചായിരുന്നു. ബ്രോനെ കുറച്ചു പേര് കണ്ടായിരുന്നു. അപ്പൊ എന്തോ മീറ്റിംഗ് ആയിട്ട് അകത്തേക്ക് കയറിപ്പോന്നിട്ട് ഞാൻ അവിടെ പുറത്ത് കുറച്ച് വെയിറ്റ് ചെയ്തായിരുന്നേ. പറഞ്ഞോ, ഫ്രീ ആകുമ്പോ കാണാൻ പറ്റുമോ? ഇപ്പൊ നമുക്ക് വാറും കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടോ? ഇപ്പൊ കാണാൻ പറ്റുന്ന അവസ്ഥയിലല്ല. എന്നാ പിന്നെ മതി. ഞാൻ എന്നാ ഇനിയുള്ളപ്പോ ഞാൻ കുറച്ച് എനിക്ക് ജോലി ഉണ്ടാക്കി വരുമ്പോ വരാം. ഓക്കെ 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 ഓക്കെ. പേരെന്താ? പോയി വിളിച്ചപ്പോ എനിക്ക് ഭയങ്കര സന്തോഷായി. ആണല്ലേ? അണ്ണനുണ്ടോ? അണ്ണനുണ്ട്. ഞാൻ തിരക്കിന്ന് പറയണം കേട്ടോ. പിന്നെ പറയാടാ നീ. ഞാനല്ലാണ്ട് പിന്നെ ആര് പറയാൻ? അത്രേ ഉള്ളൂ. പിന്നെ നിരുപമ പിന്നെ വിളിക്കാം, പിന്നെ വിളിക്കാം. എടാ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? നല്ല സുഖമായിട്ട് പോണല്ലേ? പിന്നെ ഇപ്പൊ ആരെ വിളിച്ചപ്പോ ആരാ? ദർശനല്ല. ഓക്കെ ഓക്കെ ഓക്കെ, മനസ്സിലായിരുന്നു എനിക്ക്. ഞാൻ സൗണ്ട് ഇങ്ങനെ കേട്ട് പെട്ടെന്ന് എന്തോ കേട്ടതുപോലെ പെട്ടെന്ന് ശ്രദ്ധിച്ചു. അങ്ങനെ നീ പണ്ടത്തെ പോലെ സിഗ്മ അല്ലേ? കണ്ടില്ല സിഗ്മ അല്ല. അത് മാറി. ലുക്കൊക്കെ അതെന്താണ് അങ്ങനെ? ലാസ്റ്റ് ടൈം എന്നെ കണ്ടപ്പോ പറഞ്ഞില്ലേ, പിന്നെ ഇങ്ങനെ മോന്തയില് കളർ അടിച്ച് മുടിയിൽ ഇങ്ങനെ വെച്ചിട്ട് തോളത്ത് മറ്റേ കൊരങ്ങനെ വെച്ച് നടന്നാ മതിയൊന്നും. മതിയോന്ന് ചോദിച്ചില്ലേ? ഫീലിങ്സ് ഒന്നും ഇല്ലെന്ന് ചോദിച്ചില്ലേ? അത് എനിക്ക് അങ്ങ് സ്ട്രൈക്ക് ആയി. അത് സ്ട്രൈക്കായി. പിന്നൊരു ദുർബല നിമിഷം ഒരു പെണ്ണിനെ കണ്ടു സെറ്റ് ആക്കിയില്ലേ, പണം പറഞ്ഞോണ്ട് മാത്രം. കേട്ടോ എങ്ങനെയാണ് നിനക്കൊക്കെ ഇങ്ങനെ 3/4 മണിക്കൂർ പെണ്ണ് സെറ്റായില്ലേ? എന്ത് ചെയ്യാൻ കഴിവല്ലേ? അണ്ണാ പരിചയപ്പെടുത്താൻ കേട്ടോ. പറഞ്ഞാ മതി. നീയാടാ ശരിക്കുള്ള സിഗ്മന്റെ അച്ചിപ്പട്ടി. അണ്ണൻ പറഞ്ഞോണ്ട് മാത്രം. ഞാൻ പറഞ്ഞാ പെണ്ണിനെ സെറ്റാക്കാൻ. കളറടിച്ച് ഞാൻ ഫുള്ള് ഗെറ്റപ്പ് മാറില്ലേ, കണ്ടില്ലേ? കാണിച്ചു തരാടാ. ഇപ്പൊ കപ്പിള് ഇറക്കിയാണ് ഒരുമിച്ച് ഒരേ കളർ ഒരുമിച്ച് ഒരേ ഡ്രസ് കഴിച്ചു. സംസാരിക്കണോ? ഞാൻ വിളിച്ചു തരട്ടെ? സുഖമല്ലേ? എന്തൊടുക്കുവാ? എത്ര നാളായി കണ്ടിട്ട്. അണ്ണൻ ഹലോ. എടാ കക്കാശി, നീയാണ് ഇവരെ പഴപ്പിക്കണത്. നിനക്ക് എത്ര പെണ്ണുണ്ട്? എനിക്ക് ഒറ്റ പെണ്ണേ ഉള്ളു. പേരെന്താ? മരിയ. മരിയ. അല്ല, നിന്റെ പേരെന്താ ഇപ്പൊ സെറ്റായന്റെ? എന്റെയോ? നിരുപമ. കഴിഞ്ഞ ആഴ്ച വരെ സൗണ്ട് ബൂസ്റ്റ് ചെയ്ത് എന്നൊക്കെ പറഞ്ഞ് കുറച്ചോണ്ടിരുന്നല്ലടാ നീ. അതിനെയും കുറിക്കോട്ടോ, ഗ്യാങ്ങിനോട് ഞാൻ ഇതെങ്ങനെ സെറ്റായി? ഞാൻ പറട്ടെ, വെളുപ്പിനെ 3 മണിക്ക് നടക്കുക. 4 മണിക്ക് നമ്മൾ സെറ്റായത്. 4 മണിക്ക് നമ്മളിങ്ങനെ നടക്കുവാണ്. അപ്പൊ സാവേജ് ഉണ്ട്. സാവേജ് വന്നു. നീ ഇങ്ങനെ നടക്കണ ഇപ്പൊ? ഇങ്ങനെ
അപ്പൊ സാവേജ് വില്ലുമോനി വന്നു പറഞ്ഞ എന്നോട് പറഞ്ഞു. അപ്പൊ അവൾ എന്റെ കൂടെ ഉണ്ട് കേട്ടോ. അപ്പൊ പറഞ്ഞു എടാ പിടിമലയിലോട്ട് വിടാൻ പറഞ്ഞു. അണ്ണാ പിടിമല അറിയോ? അണ്ണാ പിടിമല. പിടിവലയാ? അതെ അതെന്താ? ഈ പെണ്ണുങ്ങളൊക്കെ സെറ്റ് ഈ പെണ്ണുങ്ങളായിട്ട് മെയിൻ ആയിട്ട് കറങ്ങാൻ പോകുന്ന സ്പോട്ടാണ് ആ മല. കാര്യങ്ങളൊക്കെ എല്ലാം നടക്കുന്നതാണ്. ഇതിനൊക്കെ മല വരെ ഇറങ്ങി എവിടെ? അത് KV ഗെയിംസിന്റെ മുകളിൽ നേരെ ഒരു കുപ്പിൽ മലയില്ലേ, എല്ലാപ്പോഴും ഭയങ്കര വ്യൂ ഉള്ള വ്യൂ. അതാണോ കാണുന്നത്? അതാണോ? ഇത്ര അടുത്തൊരു സ്പോട്ടിനായിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. കപ്പിളായിട്ട് പോകാൻ പറ്റിയ ഏറ്റവും വലിയ സ്പോട്ട് സിറ്റിയിൽ ഇതേ ഉള്ളൂ. ലക്ഷം ഇത് തന്നെ ആമസോണിൽ S24 അൾട്രാ ഓർഡർ ചെയ്യണം. നാളെ ഞാൻ വരുമ്പോ ഫോണോടെ ഉണ്ടാവണം. അതെ, നാളെ ഞാൻ വരുമ്പോ ഫോണോടെ ഉണ്ടാവണം. ഓക്കെ, ബാക്കി പറ. അവിടെ പോയിട്ട് അണ്ണോ സാവേജ് പറയുവാ നീ പ്രപ്പോസ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞു. എനിക്ക് ഇതൊന്നും എക്സ്പീരിയൻസ് ഇല്ല, ഫസ്റ്റ് ടൈം ആണല്ലോ എന്റെ. ഞാൻ ഇങ്ങനെ പെണ്ണുപിടിക്കാൻ നടന്നിട്ടില്ല. അപ്പം അങ്ങനെ ഞാൻ കൊറേ ട്രൈ ചെയ്തോണ്ട് എന്നെ കൊണ്ട് പറ്റുന്നില്ല. ലാസ്റ്റില് പിന്നെ ഒന്നും നോക്കിയില്ല, പോയി അങ്ങ് ചോദിച്ചു. ഇഷ്ടമാണ്. ചുമ്മാ കണ്ട ഒരു തീരത്ത് പോയി ഇഷ്ടമാണോ ചോദിച്ചപ്പോ ഒരാഴ്ചയുടെ നടക്കണ്ടേ? നീ പുറകെ നടന്ന ഒരാഴ്ചയായിട്ട് കൂടെ നടന്നു രീതിയിൽ കൂടെ ടൈം സ്പെൻഡ്. അതെ അതെ, ഫ്രണ്ട്സായി ഇപ്പൊ കംപ്ലീറ്റഡ് ആയി. ഫുൾ സപ്പോർട്ട് വില്യമോൻ, സാവേജ്, കക്കാശി. ഡൂഡ് ഇടയ്ക്ക് വന്നത് അവൻ ഞാൻ തല്ലിക്കൊന്നു. അവൻ ഭയങ്കര നെഗറ്റീവ് ആയിരുന്നു. keep going. All the best. Keep going. ഇനി വേണോ? അല്ല, ഇത് തന്നെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുവരാണോ? S24 കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് ലൈറ്റ് ഫോക്സ് പുതിയൊരു ക്യാമ്പയിൻ കൊണ്ടു തന്നിട്ടുണ്ട്. അടുത്തതായി ഞാനും ലൈറ്റ് ഫോക്സും ഒരുമിച്ച് അവതരിപ്പിക്കാൻ പോകുന്ന പരസ്യം മഞ്ച് മുട്ടായുടെ പരസ്യത്തിൽ ഞങ്ങൾ വരുന്നതായിരിക്കും. ഒരു കാര്യം കൂടെ പറയാനുണ്ട്. അയ്യോ, എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. ഹലോ, ഇങ്ങനൊരു സെറ്റപ്പ് ഉണ്ടെണ്ണ. ചെറിയൊരു ചുറ്റിക്കറ കൊണ്ട് ഒരു പെൺകുച്ചായിട്ട് ഒരേപോലെ ഇപ്പോൾ. എടാ സാവേജ് ഒരു ദിവസം ഏതെങ്കിലും ഒരു ദിനം നടക്കും. അത് സെറ്റ് ആവുമ്പോ ഡിപ്രഷൻ അടിച്ച് വീണ്ടും മാറും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നോളും. മനസ്സിലായ? ഇത് രായണന്റെ പെങ്ങളാ. ജോഗി, ഇത് കേവിയിലെ കക്കാശി. എന്തോന്നോട് പറഞ്ഞേ? കേവിയിലെ കക്കാശി. കണ്ടിന്യൂസ് റീൽസ് ഇടലാണ്. ഒറ്റ വീഡിയോ ഉണ്ടാവുള്ളൂ, ഒറ്റ വീഡിയോ. അണ്ണനോട് പറഞ്ഞു. എടാ ഇപ്പൊ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കല്യാണം നടത്തി കൊടുക്കണോന്നാ. ഇവന്റെ മറ്റേ അനുപമയുടെയും അടുത്ത് പറഞ്ഞ. പിന്നെ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞില്ലേ ഫുൾ സപ്പോർട്ട്. ഞാൻ ഫുൾ സപ്പോർട്ടാ. ഞാൻ വാസു ഇങ്ങോട്ടൊന്ന് വന്നേ. ജോക്കി, ഒരു കാര്യം പറയട്ടെ. നമ്മുടെ ലൈറ്റ് ഫോക്സ് ഇല്ലേ, ലൈറ്റ് ഫോക്സ് എന്നെ പിടിച്ചൊരു പരസ്യത്തിൽ കേട്ടി. മറ്റേ മഞ്ചല്ലേ എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു. ജോക്കി, ഞാൻ എങ്ങനെ ചെയ്യും ജോക്കി? എനിക്ക് ഐഡിയ പറഞ്ഞ ജോക്കി. ആലോചിച്ചൊക്കെ ക്ലോസ് അപ്പ് ഷോട്ട് ആയിരിക്കും ഫുള്ള്. മഞ്ചെടുക്കുന്നു, കടിക്കുന്നു, ചവയ്ക്കുന്നു. തീ വാരി ഇടുന്ന കേട്ടാ, തീ വാരി ഇടുന്ന ജോക്കി. ഞാനത് എങ്ങനെ ചെയ്യും എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ജോക്കി ഞാനൊരു കാര്യം പറയട്ടെ. പണ്ടത്തെ എന്റെ മറ്റേ എന്തായിരുന്നു എനിക്ക് വന്ന പരസ്യം, എനിക്ക് വന്ന ബ്രാൻഡ് കൊള്ളാൻ ഏതാണെന്നറിയാവോ? ഏതാണ്? ബൂമർ. ബൂമറ് തലമുടിയുടെ കളർ കണ്ടിട്ടായിരിക്കും. അല്ല, ബൂമറ് മറ്റേ ബൂമർ, ശരിക്കുള്ള ബൂമറ്. ചവയ്ക്കുന്ന ബൂമറാ? ചവച്ചിട്ട് അതിനകത്ത് മറ്റേ വീർപ്പിച്ച് മറ്റേ പൊട്ടിക്കത്തില്ലേ, 5 വെച്ച് ചെയ്യണോന്ന് പറഞ്ഞു, റീൽ വിടണോന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കറിയാൻ പറ്റത്തില്ല എന്തോ. പക്ഷെ മഞ്ജു ഭയങ്കര കേട്ടോ ജോക്കി.
ഹലോ ഒരു മിനിറ്റ്. ഹലോ അണ്ണാ ആ പറയടാ. ഞാനാ ഹോസ്റ്റേജ്. പറയടാ. എന്താ എടാ മന്ദാരം തിരക്കിലാടാ, ചോദിച്ചിട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കാടാ നിന്നെ. ഞാനൊരു വാറിന് പോവാന്ന് നിന്നോട് ഞാൻ പറഞ്ഞില്ലേ? ഞാൻ ഇവിടെ പ്ലാനിങ്ങിലാ, 100 കൂട്ടം കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം. ആ ഓക്കെ ജോക്കി, അതല്ല ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞ കാര്യം ജോക്കി ഒന്ന് ശ്രദ്ധിച്ചു കേട്ടെ. ഓക്കെ, NVIDIAയുടെ ഒരു പ്രൊമോഷന്റെ എന്റെ അഭിനയം കണ്ടിട്ട് എന്നെ സിനിമയിൽ നിന്ന് വിളിച്ചതാ. പോവാഞ്ഞത് ഞാനാ. അത് കഴിഞ്ഞതിന് ശേഷം എന്റെ കഴിവ് തെളിയിക്കാൻ എനിക്ക് ദൈവമായിട്ടൊരു അവസരം തന്നത് മഞ്ജിലാണ്. വിഷയമായിട്ടൊക്കെ ചെയ്താൽ മതി. ഞാനൊരു കാര്യം പറയട്ടെ, മഞ്ജെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വലിയൊരു, എന്നാലും എന്തുമായിരിക്കും ഇവിടെ ആലോചിച്ച് നോക്ക്. ജോക്കി ഇന്ന് വന്നിട്ട് മറ്റന്നാ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെയാലും ഇതൊക്കെ ചെയ്യും. ഇത് എന്നാ മറ്റന്നാളാണോ? ആ മറ്റന്നാളെന്താ ചെയ്യണത്? റീലായിട്ട് കൊടുക്കണ്ടേ? ആ പിന്നെ അല്ലാതെ മഞ്ജു വാങ്ങിച്ചിട്ട് നീ സ്വന്തമായിട്ട് റീല് ഷൂട്ട് ചെയ്യണോ? എനിക്ക് അറിഞ്ഞൂടാ. വാ നമുക്ക് നോക്കാം, പിന്നെ നോക്കാം. ഇതെന്താ കാട് കായുമായിട്ടൊക്കെ ഇരിക്കണം. വാ കട്ട വെയിറ്റ് ചെയ്യുന്നത്. ഞാനേ കണ്ണാപ്പിയെ വിളിച്ചിട്ട് മഞ്ജു എല്ലാം തീറ്റിക്കാം, അതേ നടക്കുള്ളൂ. ഞാൻ സൈഡിലെങ്ങാണോ ഇരിക്കാം. കണ്ണാപ്പിയെ വിളിച്ച് അയക്കു പറഞ്ഞു. സത്യല്ലേ? ഞാൻ ഈ ആണ്ടിലൊക്കെ ഒരിക്കൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ നല്ല നല്ല ബ്രാൻഡ്സിന്റെ എന്തെങ്കിലുമൊക്കെ ചെയ്താലേ ഒരു സ്ട്രീമർ എന്നുള്ള നിലയിൽ ഒരു പോർട്ട്ഫോളിയോ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ അതുകൊണ്ട് അങ്ങനെ സോർട്ട് ചെയ്ത് ചെയ്യുന്നത്. മഞ്ചൊന്നും പിന്നെ നിങ്ങൾക്കൊന്നും ഉപദ്രവം ഇല്ലാത്ത സാധനമാണ്, മനസ്സിലായ? ഞാൻ കഴിച്ചു, സുഖം. ഞാൻ വെറുതെ ഇരിക്കുക. തിരക്കല്ലായിരുന്നോ? അതാ വിളിക്കാൻ ഡിസ്റ്റർബ് ആയല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. കണ്ണം ഫ്രീ ആകുമ്പോ വിളിക്കേ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. കണ്ണന്റെ കോൾ വരെ ഞാൻ വെയിറ്റിംഗ് ആയിരുന്നു. ഇവനെ പെണ്ണില്ലാത്തോളം കാലം നമുക്കും പെണ്ണില്ല. അല്ല നമുക്കൊന്നല്ല, ഗ്യാങ്ങിലുള്ള ഇവനാണെങ്കിൽ നോക്കട്ടെ, പെണ്ണിന്റെ നോക്കത്തില്ല, മനസ്സിലായോ? പെണ്ണിന്റെ പോത്ത് പോലും നോക്കാതെ, പെണ്ണെന്നൊരു വർഗം ഇല്ലാതെ ഗ്യാങ്ങിന് വേണ്ടി മാത്രം പരിശീലിക്കുന്ന ഇപ്പൊ തന്നെ എനിക്ക് അവന്മാരോട് സംസാരിക്കുമായിരിക്കും കേട്ടോ. അതാണ് പറയട്ടെടാ. എടാ LX2 സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവനാണ് റിയൽ സിഗ്മ. എന്താ റിയൽ സിഗ്മ? നീയല്ലേ റിയൽ സിഗ്മ? പിന്നല്ലാതെ ഈ സിഗ്മയ്ക്ക് ഒരു ഓപ്പോസിഷൻ ഉണ്ടെങ്കിൽ പരുന്തുവാസം എന്നാണ്, മനസ്സിലായ? അതായത് ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ മറ്റേ ഇത് പറയില്ലേ ജോക്കി, എന്താ വിപരീതം, സിനോണിമസ് ആയിട്ടുള്ള വാക്ക്. അതെ അതെ അതെ. ഞാനൊരു കാര്യം പറയട്ടെ, ഇവൻ എന്തുപാടെ ഇവൻ ഒരു പെണ്ണുമായിട്ട് ഇതുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ കിടന്ന് ഇത്രയും കിടന്ന് ആക്കുന്ന ഈ പെണ്ണുങ്ങളുടെ പുറകെ നടക്കുന്ന എല്ലാം ഇതെന്താ കോടതി കയറി വെച്ചത്. ഇജാതി ടൈമിംഗ് അതോ? അതെന്താ അങ്ങനെ പറഞ്ഞേ? കൊള്ളാം. ആ പറഞ്ഞു നോക്കി. അല്ല ഞാൻ പറയാനല്ല, ഞാൻ ഈ കാണുന്നതെന്ന് വെച്ചാൽ ഇതൊക്കെ എന്തുവാ എന്റെ പൊന്നുവാസു? ഇതെന്തുവാ ഇത്? ഏത് ഇതെന്തുവാ കേൾക്കുന്നേ? ഇതൊന്നും കേൾക്കുന്നില്ലേ നീ? ഹലോ ഹലോ, ഇത് ആരാ സംസാരിക്കുന്നത്? അനുപമയെന്നല്ലേ മുമ്പേ പറഞ്ഞേ? എന്റെ അടുത്ത് രാവിലെ പറഞ്ഞ അന്നപൂർണ്ണാന്ന്. നീ ഇതൊരു പേര് ഉറപ്പിക്കടേ. ഹലോ കുട്ടി, കേക്കാവോ? പേരെന്തായിരുന്നു ശരിക്കുള്ള? നിരുപമ. നിരുപമയുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ഒക്കെ എന്താണ്? പിന്നെ അതൊക്കെ പറയട്ടെ. എന്റെ കുടുംബത്തിൽ നിന്ന് ഒരു പയ്യന് സൂട്ടബിൾ ആയിട്ടുള്ള കുട്ടിയാണോ എന്ന് എനിക്ക് അറിയട്ടെ. നേഴ്സ് എന്ന് പറയുമ്പോ എന്താ പഠിച്ചത്? നേഴ്സിംഗ് എന്ന് പറയുമ്പോ എന്ത് നേഴ്സിംഗ്? ഒരു മിനിറ്റ് കുട്ടി, കട്ട് ചെയ്യരുത്. ഞാനൊരു കാര്യം പറയട്ടെ. ഓ, വോട്ട് കിട്ടാൻ വേണ്ടി പെണ്ണുങ്ങളെ സെറ്റ് ചെയ്ത് കൊടുക്കണ ജോക്കി. അല്ലെന്ന് ഞാൻ ആ കൊച്ചു നേഴ്സാന്ന് പറഞ്ഞത് വ്യക്തമായിട്ട് നേഴ്സാന്ന് കേട്ടു. അത് നൈസാണോ ഞാൻ അങ്ങോട്ട് ചോദിക്കുന്ന സമയത്ത് അതോടെ ഒരു തമാശയല്ലേ? ഓ, ഒരു തമാശയാണല്ലേ ഞാൻ അതിലൂടെ വിഴുങ്ങിക്കളഞ്ഞത്. ശ്രദ്ധിച്ചൊന്ന് സംസാരിക്കും. ചിരിച്ചു പോയി ചിരിക്കട്ടെ. വേണ്ട വേണ്ട വേണ്ട, ഇടാൻ കേട്ടോ. എന്തിലൊക്കെ ഇടുമ്പോ അതങ്ങ് പോസ്റ്റ് ചിരിച്ചാൽ മതി. ഓക്കെ ഓക്കെ. ആ അനുപമ,
അല്ല അവിടെ ആ നിരുപമ അല്ല അവിടെ ആ നിരുപമ മീറ്റ് ചെയ്താലോ? മീറ്റ് ചെയ്യാം. പക്ഷേ അനുപമ നിരുപമ ഇപ്പൊ എവിടെ ഉണ്ട്? അങ്ങോട്ട് വരാം പെട്ടെന്ന് ഇത് എന്താ സ്കീമെന്ന് നിങ്ങക്കൊക്കെ മനസ്സിലായോ? നമ്മുടെ ഗോഡ് ഫാദറിനെ ഇത് അൺലോക്ക് ചെയ്തടാ. നമ്മുടെ ഗോഡ് ഫാദർ ഇലക്ഷന് നിൽക്കുന്നോണ്ട് ഗോഡ് ഫാദർ മറ്റേ നാക്കെടുത്ത് 35+35 70 മനസ്സിലായ? എനിക്ക് ഇപ്പോഴാണ് സ്ക്രീൻ പീരീഡ് കിട്ടിയ. അല്ലെങ്കിൽ ഏതെങ്കിലും പെണ്ണെന്നൊക്കെ പറഞ്ഞ പൊട്ടിത്തെറിച്ചു ഇങ്ങനെ നിൽക്കുന്ന ആളാ. അതെ പാട്ടൊക്കെ പാടി മൂളി ദേ വരുന്നു കൂടെ എന്റെ കൂടെ വരുന്നു മെമ്പറിന്റെ ലൈൻ സെറ്റ് ആക്കാൻ. ഇങ്ങനെ കാണാൻ മേയറായ ഈ സിറ്റിയുടെ നാശമാ. കള്ളൻ എന്ന് പറഞ്ഞ കള്ളൻ. പെണ്ണില്ലല്ലോ 34+34. ഹലോ അടുത്ത കിട്ടി പോയി. ഒരു മിനിറ്റ് പോലെ അതിട്ടവരൊന്നും പെണ്ണ് കിട്ടാതെ പോട്ടെ. റിയൽ ലൈഫില് കള്ളന്മാര്. സപ്പോർട്ട് ഈസി സപ്പോർട്ട് വെയിറ്റിംഗ്. ഇപ്പൊ കാണിച്ചു തരാം. നീ പിന്നെ എന്തിനാണ് പറഞ്ഞത്? എനിക്കുണ്ട് പോവാൻ വലിയ സമയമൊന്നും വേണ്ടല്ലോ. ഹലോ ഒരു മിനിറ്റ് മ്യൂട്ട് ചെയ്തില്ല. ഒരു സെക്കൻഡ്. ആ മ്യൂട്ട് ചെയ്ത് പറഞ്ഞോ. ഹാ ഞാൻ ഒന്ന് മെമ്പേഴ്സിനോട് ഒന്ന് ചോദിക്കട്ടെ. ഒരു മിനിറ്റ് ഞാൻ ഒന്ന് റേഡിയോ ചോദിച്ചിട്ട് പറയട്ടെ. ഓക്കെ ഒരു മിനിറ്റ്. എടാ എല്ലാരും ഞാൻ പറയണത് കേട്ടെ, ശ്രദ്ധിച്ചു കേട്ടെ. ഹലോ എടാ ഇപ്പൊ അവര് ടോക്കിയോടെ വാറും പ്രീ വാറും അല്ല വാറെന്തോ ഇപ്പൊ നടത്തി നോക്കിയപ്പോ PLS സ്റ്റേബിൾ ആണ്, വേറെ കുഴപ്പമില്ല. പക്ഷെ ഒരു വെട്ടലുണ്ട്. കളിക്കുവാണെങ്കിൽ നമ്മുടെ റിസ്കി കളിക്കാൻ താല്പര്യം ഉണ്ടോന്ന് ചോദിച്ചു. അപ്പൊ കളിക്കാന്ന് പറയട്ടെ. അല്ല നമുക്ക് വേണേ പ്രീ വാർ കളിച്ചു നോക്കാം. പറ്റുന്നില്ലെങ്കിൽ നമുക്ക് വാർ നാളത്തൊക്കെ ആക്കാം ചോദിക്കാം. ഓക്കെ അല്ലേ? അല്ലല്ല ഞാൻ ഇൻഗേമി ചോദിച്ചതാ. എന്താ പ്രീ വാർ കളിക്കാം. അങ്ങനെയാണേ ബ്രോ പ്രീ വാർ കളിച്ചിട്ട് ഒട്ടും പറ്റുന്നില്ലെങ്കിൽ നമുക്ക് നാളത്തേക്ക് വാർ നാളത്തോട്ട് മാറ്റാം. ആ ഓക്കെ ശരി ഓക്കെ ശരി ഓക്കെ ഞങ്ങൾ 11 ടൈം ഷെഡ്യൂൾഡ് ടൈം. ഇപ്പൊ 11:50 11:50 19 ആയില്ലേ? ശരി. ഞാൻ ടർഫ് എന്നത്തേക്കാ മാറ്റി വെച്ചേക്കുന്നേ? ഓക്കെ അപ്പൊ ഞങ്ങളിപ്പോ അവരെ റേഡിയോ ഇട്ട് കണക്ട് ചെയ്ത് ഇതാക്കണോ? ഓക്കെ നാളെ പോരെ ഗൈസ്. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇന്ന് ഈ വാറായി പോയതുകൊണ്ട് ഞാൻ പുറത്ത് പോയതുകൊണ്ടാണ് ബാബുവിന്റെ അടുത്ത് ഞാൻ വരണ്ടെന്നൊക്കെ പറഞ്ഞത്. അപ്പൊ വീണ്ടും ഇതായി പോയി കഴിഞ്ഞാൽ നാളെ വാറാവും. അങ്ങനെ ആയി പോകും. മനസ്സിലായി? ഈ വാർ ഇന്നങ്ങ് തീർക്കാം. ഇന്ന് എന്തായാലും ഞാൻ ലേറ്റ് ആയിട്ടാ വന്നേ. അപ്പൊ ഇന്നങ്ങ് തീർക്കുന്നതല്ലേ ഏറ്റവും നല്ലത്. നാളെ പിന്നെ KVയുടെ പരിപാടി ഉണ്ടെങ്കിൽ നാളെ ഞാൻ എന്തായാലും ഇല്ല. അപ്പൊ KVയുടെ പരിപാടി നാളെ ഉണ്ട്. ഇവർക്ക് വാർ കളിക്കാനും പറ്റത്തില്ല. അതല്ലേ പ്രശ്നം. പ്രീ വാർ ഉണ്ട്. എടാ MSI ആയിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറഞ്ഞു. അടുത്തൊന്ന് കണക്ട് ഇടാൻ പറഞ്ഞേ.
നമ്മൾ ഒരാളുടെ വേണമല്ലോ, ഒരാളുടെ കേറണല്ലോ. സാവേജ് സ്നൈപ്പർ ഒക്കെ ഉണ്ട് അണ്ണാ. ആണോ? അല്ലാത്ത കണക്ട് ചെയ്യാൻ പറ. ആ എടാടാ ഞാൻ ഇതാക്കാം. 83 ഹലോ ഹലോ ബ്രോ കേക്കാവോ? ഞാൻ ടിവിയുടെ ലീഡർ ആയിരുന്നേ. ബ്രോ എന്താ നമ്മള് ദൈവത്തോട് സംസാരിച്ചപ്പോ ഇപ്പൊ PL സ്റ്റേബിൾ ആണ് എന്നാ പറഞ്ഞത്. പക്ഷെ സ്പൈക്ക് ഉണ്ടെന്ന് പറഞ്ഞത്. നമുക്ക് എന്തായാലും ഇന്ന് പ്രീവാർ അങ്ങ് കളിച്ചു നോക്കാം. കളിക്കാൻ തീരെ പറ്റുന്നില്ലെങ്കിൽ നാളത്തേക്ക് നമുക്ക് വാർ ഷെഡ്യൂൾ ചെയ്യാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എപ്പോ വിളിക്കും നിങ്ങള്? അല്ല നമ്മൾ ഓൾറെഡി ഇപ്പൊ ഇവിടെ ഉണ്ട്. നിങ്ങൾ നമ്മൾ കേറിയിട്ട് ലൊക്കേഷൻ ചോദിക്കാം. നമ്മൾ ഓൾറെഡി റോക്സ്ഫോർട്ടിന്റെ ഫ്രണ്ടിലുണ്ട്. ഓക്കെ ഓക്കെ. ഞങ്ങളെന്നാ അപ്പൊ റെഡി ആയിട്ട് പെട്ടെന്ന് വരാം. ഓക്കെ. അപ്പൊ നമ്മള് ജസ്റ്റ് ഒന്ന് കേറി ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ലൊക്കേഷൻ ചോദിക്കാം. ഓക്കെ ഓക്കെ ശരി 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 ശരി. PL കൂടിയടാ 17 ആയിട്ടോ എനിക്ക്. എടാ അവര് റെഡിയാണെന്ന് അവിടെ. അവര് റെഡിയാ. വരുന്നുണ്ടല്ലോ നമുക്ക്. ഞാൻ ഒരു കാര്യം പറയട്ടടാ, ഞാൻ വെച്ചിരിക്കുന്ന ക്രോസ് ഹെയറും ഈ ഗെയിമിനകത്ത് ക്രോസ് ഹെയറും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. ഒരാൾ ഒരു പഞ്ചായത്തിലും വേറൊരാൾ വേറൊരു പഞ്ചായത്തിലും. ഇപ്പൊ കറക്റ്റായി. ഇത് വെച്ചായിരുന്നു തോന്നി 2 ദിവസം അടിച്ചത് കേട്ടാ. എടാ ഞാൻ ഡ്രസ്സ് മാറിട്ട് വരാവേ. എല്ലാരും വണ്ടി എടുത്ത് റെഡി ആയിക്കോ. വണ്ടി എടുത്ത് റെഡി ആയിക്കോ. കണക്ട് ഇടാൻ പറയാം ബാക്കിയുള്ള എടുത്തു. കേറി 22 PL. ഇത് എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ കൈ സത്യം പറഞ്ഞ. ഇല്ല 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 എന്റെ അതിൽ റീസെറ്റ് ആയി. എല്ലാരും റീസെറ്റ് ചെയ്യാൻ പോയാണോ? ഹലോ ഹലോ കിട്ടിയില്ല. ക്ലോത്തിങ് മാത്രമേ കാണുള്ളൂ. വാടാ വാ. സ്നൈപ്പ് ഇറ്റാച്ച് വന്നിട്ട് 2 ഇയർ ആയ എണ്ണ. ഇറ്റാച്ച് വന്നിട്ട് 3 മാസം 2 മാസമല്ല. കേക്കാം. എടാ എന്താ ഹരിത ബ്ലാസ്റ്റ് എപ്പ എത്തി? വാ എല്ലാരും കളക്ട് ചെയ്ത് പെട്ടെന്ന് വാ ഇറങ്ങിക്കോ. 25 ഇപ്പൊ പുറത്തിറങ്ങി. ഇതിപ്പോ നമ്മളിപ്പോ നോക്കണ്ടേ വണ്ടി കൂടെ വരുമ്പോ നല്ല വെയിറ്റ് ആക്കി നാളെ കളിക്കാന്നോ? എടാ ഇത് നാളെ KVയുടെ പരിപാടി ഉണ്ടാ. ഇവരെങ്കിലും പറഞ്ഞു വിടണോടാ. ഇത് എന്ത് ചെയ്യും? ഇത് എങ്ങനെ കളിക്കും എനിക്ക് മനസ്സിലാവണല്ലോ. അണ്ണ ഇറങ്ങുന്നുണ്ടോ? ചോദിക്കട്ടെ. ജോക്കി പ്രീവാറിന് വരുന്നുണ്ടോ? ഞാൻ പിന്നെ അല്ലാതിരിക്കുവോ?
MSID-നെതിരാണ് കേസ്. MSID vs DBA. ഞാൻ പിക്ക് ചെയ്യാൻ വരണ്ടേ? നോക്കട്ടെ PL ഒന്ന് കുറയോ നോക്കട്ടെ ജസ്റ്റ്. പിക്ക് ചെയ്യാൻ വരണ്ടേ അപ്പൊ? 24 തന്നെടാ, കുറയണില്ലല്ലോ. ഹെൽമെറ്റ് ഒക്കെ ഉണ്ടോ ജോഗിക്ക്? ജോഗി ഹെൽമെറ്റ് ഉണ്ടോ? ഹെൽമെറ്റ് ഇപ്പൊ ഇടാം. ഹെൽമെറ്റ് ഇടാം. അല്ല തോക്കില്ലാത്ത മറ്റേ ഡ്യൂറബിലിറ്റി ഇല്ലാത്ത തോക്ക് എന്റെ ഇരിക്കുന്നത്. എത്ര ഡ്യൂറബിലിറ്റി ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാ ഒരു മിനിറ്റ്. ടാർഗറ്റഡ് ആണ് എണ്ണ. അല്ലടാ ഇത് സിറ്റിയിലെ നോർമൽ ഇപ്പൊ എല്ലാ ദിവസവും ഇങ്ങനെ അടിക്കണതാ. കൊറേ ഉണ്ടാന്നോ? നോക്കട്ടെ വെയിറ്റ് നോക്കട്ടെ. അണ്ണന് ഹെൽമെറ്റ് ഇല്ല. വെക്ക്. കുറയുന്നുണ്ട്. 20 പക്ഷെ എടാ ബാക്കി എല്ലാവരും MS കണ്ടാടാ. ബാക്കി എല്ലാവർക്കും ഈ പറയണതുപോലെ 54, 48, 60, 70 ഒക്കെ MS ഉള്ളു. എനിക്ക് കണ്ട 124 MS ആണ് ഉള്ളില്. ഉണ്ടോ 137, 140. എനിക്ക് MS കൂടുതലല്ലേ ബാക്കിയുള്ളവരെ വെച്ച് നോക്കുമ്പോൾ. നിങ്ങൾ ബാക്കിയുള്ളവരൊക്കെ ഇതൊന്ന് നോക്കി. കേരള വിഷൻ ആയതുകൊണ്ടാണോ? കേരള വിഷൻ ഇഷ്യൂ ആണ്, അതിന്റെ ആണെന്ന് തോന്നുന്നു കേട്ടാ. PL കുറയുന്നുണ്ട്. എനിക്ക് പോർഷനും മറ്റേ ലുക്കറിലുണ്ട്. 5090 ബീസ്റ്റ് നെറ്റിന്റെ 5090 നെറ്റും തമ്മിൽ എന്താണ് വന്നത്? ഇത് 5090 അല്ല പോയത്. 5090 PC എന്റെ എറണാകുളത്തല്ലേടാ. ഈ ക്രോസർ വേണ്ട. ഞാൻ ഇപ്പൊ ഇട്ടേക്കുന്ന ക്രോസർ വേണ്ട. ഇതിടാം. ഈ ക്രോസർ മതി. എന്തായാലും അടി കൊള്ളൂല. അപ്പൊ പിന്നെ ഏത് ക്രോസർ ഇട്ടിട്ട് എന്താ കാര്യം? ഡ്യൂറബിലിറ്റി ഒക്കെ ഉണ്ട്. അതെ വേണ്ട. ഡ്യൂറബിലിറ്റി 73 ഡ്യൂറബിലിറ്റി ഉണ്ട്. PC ലോഞ്ച് എന്താ? ഞാൻ എറണാകുളത്ത് ചെന്നിട്ട് ഒരു 3 days കഴിഞ്ഞിട്ട് ഉണ്ടാവും ബ്രോ. എറണാകുളത്ത് നിന്നിട്ട്. എടാ PL 16 നിങ്ങക്ക് എത്രയായി? അല്ല എനിക്ക് 25 ആയിരുന്നു ഇത്ര നേരം. ഇപ്പൊ 16 എടാ ഞാനൊരു കാര്യം പറയണം. അതല്ല, അങ്ങനെയാണെങ്കിൽ സിറ്റുവേഷൻ ഡ്രോപ്പ് ചെയ്യേണ്ടി വരും. നാളെ KVയുടെ പരിപാടി ഉണ്ട്. KVയുടെ പരിപാടിക്ക് പോകണം. വാറടിക്കാൻ നിൽക്കാൻ പറ്റത്തില്ല. TV ലൊക്കേഷൻ ചോദിച്ചു. വാ എടാ വണ്ടി എടുത്ത് ഇറങ്ങടാ. നിങ്ങളടുത്ത് എത്ര നേരമായിട്ട് പറയുവാടാ? നിങ്ങൾ ഇന്ന് കുഞ്ഞു കളിച്ചിരിക്കുന്നത് വണ്ടി എടുത്ത് ഇറങ്ങ്. എടാ കത്തിയരെ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റത്തില്ല. നിങ്ങൾ വണ്ടി എടുത്ത് ഇറങ്ങ്. 25 പേരുണ്ട് റേഡിയോയിൽ. ആരാ ഇപ്പൊ ഉള്ളതെന്ന് വെച്ചാൽ അവരെ വെച്ച് ഇറങ്ങിക്കോ. ജോക്കി ചെയ്തിട്ടുണ്ടോ? ഹലോ എടാ നീ ഒരു വണ്ടി ഓടിക്കുന്നത് നല്ലത്. എന്റെ വണ്ടി കാണാനില്ല. അന്നാ നീ എടുത്തോ, ഞാൻ ഒരു വണ്ടി എടുത്തോളാം. ജോക്കിയെ കൊണ്ടുപോയി അടി മേടിച്ചു കൊടുക്കാട്ടോ ഇത്. എടാ ഇപ്പൊ ഉള്ള 25 പേര് ഇറങ്ങിക്കോ. ബാക്കി ഇല്ലാത്തവരെല്ലാം വാറിനിടാം. എടാ പയ്യെ വാടാ. നീ അവനെ പറഞ്ഞു പറ്റിച്ചല്ലേ? അവന്റെ കൂടെ പോവാന്ന് പറഞ്ഞ പൈസ 2000 രൂപ മേടിച്ചിട്ട് നീ വീട്ടിൽ തന്നെ കിടന്നിറങ്ങിയല്ലേ? നിന്നെയൊക്കെ എത്ര നാളാണ് കാണാൻ തുടങ്ങിയിട്ട്? ഇല്ല നിന്റെ കൂടെ കളിക്കുന്നില്ല. ഞങ്ങള് വേറെ വണ്ടി കളിക്കുന്നേ. പറയടാ നീ വണ്ടിയിൽ ആളുണ്ടെന്ന്. ഫോർസാ കളിച്ച ശരിയല്ല. കുത്തി കളിക്കുന്ന വണ്ടിയാ ഞാൻ. പറയടാ. എന്തോ കേട്ടില്ല. ഓക്കെ പോയോ?
ഞാൻ വാട്ടർ കൊടുക്കാം. ഇതാരാടാ? വണ്ടി അടിച്ചോണ്ട് പോയോ? അവിടെ പോയി. ഞാൻ പുറത്തുണ്ട്. ഇതിനകത്ത് കേറിയോ? നീ കേറിയല്ലോ. ജോക്കി എവിടെ? ജോക്കി ഹലോ ജോക്കി വാ വാ ജോക്കി എടാ കേറല്ലടാ. എടാ അതിന് വീഡിയോ കിട്ടുന്നടാ. എടാ കേറാതാടാ. വാ വാ എടാ ഡെസ്ട്രോ എവിടെ? ഡെസ്ട്രോ ആയി ഫ്രണ്ടിലത്തെ വണ്ടി. ആ പറ. എന്തോ കോച്ച് കേക്കുന്നില്ല. ആ ഞാൻ പോയില്ല കോച്ച്. ഞാൻ പോയില്ല അവര് വരട്ടെ. നല്ല ശോകമായിരിക്കും ഈ വാർ. എന്ത് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ സിറ്റുവേഷൻ ഡ്രോപ്പ് ചെയ്യണം. വണ്ടി ഓടിക്കുന്നേ ഞാനല്ലാതെ ആര്? ഞാൻ ഫേസ് ക്യാം ഓഫ് ചെയ്യണേ. എന്താടാ കേട്ടില്ല? എടാ ഒന്ന് വാടാ. ഇങ്ങനെ കാണിക്കാതെടാ. എല്ലാരും ഒന്ന് വായേ. വണ്ടി ഇടിച്ച് തെറിപ്പിച്ച് വള്ളി എടുക്കുവാന്നൊക്കെ ചോദിച്ചു. ഇവിടെ 3 വണ്ടി ഉണ്ട്. ഈ ബ്രിഡ്ജിന്റെ അടുത്ത് 3 വണ്ടി. എന്നെയും കൂട്ടിട്ടാണ് 3 വണ്ടികൾ ഇവിടെ. ദേവൂട്ടം വന്നെന്നാ. എന്താടാ ദേവൂട്ടം എറണാകുളത്താടാ ഡ്രോപ്പ് ചെയ്താൽ നമ്മളും VLS ആവുന്നു. എടാ അത് അതുപോലൊന്നും അല്ലല്ലോടാ. ഇത് കണ്ടോ സിറ്റിയുടെ അവസ്ഥയല്ലേ? ഇത് കണ്ടോ നോക്ക്. 24 പറ എത്ര PL ഉണ്ട്? നല്ല PL ഉണ്ടോ? 24 PL. എന്ത് ചെയ്യാനാ ഞാനത് ആലോചിക്കുന്നത്. വെറുതെ പോയി ഇതാക്കണോ വേണ്ടയോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നമുക്ക് ഡ്രോപ്പ് ചെയ്യാൻ പറ്റില്ലെന്ന്. അത് ശരിയാണല്ലോ അല്ലേ? 25 എടാ ജുഗ്രു കത്തിപ്പോയെന്ന്. ഇതിനകത്ത് ഇനി ആരെ മാറ്റും ഇപ്പൊ? ഇതെന്താ? നമ്മൾ 26 പേരുണ്ടോ ജോഗി? എടാ ജുഗ്രു വന്നോ തിരിച്ച്? ജുഗ്രുനെ പെട്ടെന്ന് കയറാൻ പറ. 25 അതാ പറഞ്ഞേ. നമ്മളിപ്പോ ഒരാളൂടെ വരുമ്പോ 26 ആവും. ജുഗ്രൂടെ വരുമ്പോ 26 ആവും. ഞാൻ ആരെ മാറ്റും? സെക്കനൊക്കെ എപ്പോഴും മാറുന്ന മാറ്റുന്നത്. എന്നാ നന്നായിട്ട് കളിക്കുകയും ചെയ്ത്. ലോലനെ മാറ്റുന്നതാ എപ്പോഴും. മുച്ചിറിയെ മാറ്റുന്നതാ. ഇവരെല്ലാം കളിപ്പിക്കണം. ഇവരെയൊന്നും കളിപ്പിക്കാതിരുന്നാലും പ്രശ്നമാവും. വണ്ടിയുടെ പുറത്ത് വീഡിയോ കിട്ടുന്നുണ്ട്. ബോബോയൊക്കെ എപ്പോഴും മാറ്റുന്നതാ ഗൈസ്. ഹലോ ഹലോ പറടാ. എടാ എല്ലാരും എത്തിയോ? ജുഗ്രു എത്തിയോ? 26 ആയല്ലോ ഇപ്പൊ ആരാ വന്നേ? എടാ ഇപ്പൊ ആരാ റേഡിയോയിൽ ജോയിൻ ആയ? ഇപ്പൊ ലാസ്റ്റ് ഇപ്പൊ പെട്ടെന്ന് വണ്ടി ഇറങ്ങിക്കല്ലെന്ന് പറഞ്ഞത്. പിന്നെ എന്ത് ചെയ്യുന്നേ? ഇതാരെ ഇറങ്ങി? ഹലോ എടാ അപ്പൊ ജുഗ്രു കൂടെ വരുമ്പോ 27 ആവും. രണ്ടുപേരും മാറണം. അല്ല ജോഗിക്ക് കളിക്കണമെന്ന് ആഗ്രഹമുണ്ട്. കളിക്ക് ജോഗി. അതാ പറഞ്ഞ രണ്ടുപേര് മാറണം. ആരെങ്കിലും രണ്ടുപേര് മാറിന് ഇറങ്ങണം.
എടാ ജോക്കിക്ക് കളിക്കണമെന്നുണ്ടോ? സോ ഇപ്പൊ ജോക്കിയെ മാറ്റണം നമുക്ക്. നമ്മൾ ബാക്കിയെല്ലാം കളിക്കുന്നില്ല. ജോക്കി പറഞ്ഞ കളിക്കട്ടെ. ആരെങ്കിലും രണ്ടുപേര് മാറാവോ? വാറിനിടാൻ ഞാൻ. അല്ല ഞാൻ പറയട്ടെ, അന്ന് ജൂഡും കോക്കും ഞാൻ വാറിനിടാം. രണ്ടുപേരെ വാറിനിടാം. ജോക്കി എടാ ഇവരെ അമ്പത്തൂരിനെ ഇവരെ എല്ലാം നമ്മൾ ഒരുപാട് ഇതിനെ മാറ്റുന്നതാടാ. ഇറങ്ങി നിൽക്കുന്നേ നിങ്ങൾ രണ്ടുപേരും മാറാം. ജൂഡും ഗോകും മാറാം. എടാ സിറ്റി നിറയെ പോലെടാ, ഇവിടെ നിക്കണേടാ. ഇൻ കേസ് ആരെങ്കിലും വന്നില്ലെങ്കിൽ കേറണേ. ചില സാഹചര്യങ്ങളിൽ അവരായിട്ട് ഡിസിഷൻ എടുക്കുന്നതാണ് നല്ലത്. എനിക്ക് ഇത് നന്നായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇൻ കേസ് അത് അങ്ങനെ ആരും റെഡി ആവുന്നില്ലെങ്കിൽ ഞാൻ അവരുടെ അടുത്ത് സംസാരിച്ച് മാറ്റുന്നതാണ് അതിലും നല്ലൊരു ഡിസിഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാതെ ഞാൻ പെട്ടെന്ന് രണ്ടുപേരെ വന്ന് പറയുമ്പോൾ അവർക്കത് വിഷമം. പിന്നെ നമ്മുടെ മിസ്റ്റേക്കുമാണ്. നമ്മൾ ഒത്ത നടക്കൂടല്ലേ ജോക്കി പോണേ. ജോക്കി ഹെൽമെറ്റ് വെച്ചായിരുന്നോ? എടാ ഞാൻ കാര്യം പറയട്ടെ, നമുക്കും അവർക്ക് ഈ PL ഉണ്ടാവും. കുറച്ച് ശ്രദ്ധിച്ച് പയ്യെ കളിച്ചാൽ മതി കേട്ടാ. കുഴപ്പമില്ല. ഈ പ്രീവാർ പോകണേ നമുക്ക് PL ഇതാക്കിയിട്ട് വാറിനെടുക്കാം. നമുക്ക് ചില്ലായിട്ട് നിങ്ങൾ നിങ്ങളുടെ കളി കളിച്ചോ. ആരും ഇവിടെ ഒന്നും പറയാൻ പോകില്ല. അപ്പൊ ഒരു പ്രീവാർ തോറ്റെന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നും സംഭവിക്കാൻ പോകില്ല. നിങ്ങൾ നിങ്ങളുടെ കളി കളിച്ചോ, ചില്ലായിട്ട് കളിച്ചോ. ഹലോ വണ്ടി പറയോ? എന്റെ ഒരു വണ്ടിയുണ്ട്. ഈ കളിക്കുന്ന വണ്ടികളിലെല്ലാം ഈ പാലത്തൊന്ന് കേറി കിടന്ന് എണ്ണ എടുക്കുക. എടാ എല്ലാരും POV എല്ലാരും POV റെക്കോർഡ് ചെയ്യണം, മറക്കല്ലേ. POV ഫുഡ് വാട്ടർ എല്ലാരും ഒന്ന് ചെക്ക് ചെയ്തേ. ജോക്കി POV എടുക്കണേ. 26 റേഡിയോയോ? 28 പേര്. എടാ 3 പേര് എക്സ്ട്രാ ഉണ്ടല്ലോ റേഡിയോക്കകത്ത്. ആരൊക്കെയാ വരാൻ? ഇറങ്ങിക്കോ. ഇതെങ്ങനെ 3 പേര് എക്സ്ട്രാ? ഞാനായിരുന്നു എക്സ്ട്രാ. ഇപ്പൊ കറക്റ്റ് ഒന്ന്. ഇപ്പൊ 25. അതെങ്ങനെയാടാ ഞാൻ കത്തിയതെങ്ങനെയാടാ? ഞാൻ കറക്റ്റ് എങ്ങനെയാണ് കത്തിയത് ആ സമയത്ത്? എനിക്ക് PL ഉണ്ടായിരുന്നു ആ സമയത്ത്. ഞാൻ ഇനി തിരിച്ചു കയറുമ്പോ അവര് വാറൊക്കെ തുടങ്ങി. ഞാൻ സ്പെക്കിലിരിക്കണം. അല്ലെ ജോക്കി വാറിൽ 5 പിക്ക് എടുക്കും. അയ്യോ ഇന്ന് തന്നെ ഗെയിം അണിച്ചളിയല്ലോ ഞാൻ. പ്രീവാർ പോണെങ്കിൽ അങ്ങ് പോട്ടെ guys. ഒരു കുഴപ്പമില്ല. ഈ PL കളിച്ചിട്ട് പ്രീവാർ പോണെങ്കിൽ അങ്ങ് പൊക്കോട്ടെ. ഇതിനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയണത് പോലെ രണ്ട് ടീമിനും ഇതുണ്ടാവും. നമ്മൾ ആരൊക്കെ ഓരോരുത്തരുടെ നെറ്റ്വർക്ക് അനുസരിച്ചായിരിക്കും ഇനിയുള്ള ഈ വാർ വരാൻ പോണത്. കാരണം കേരള വിഷൻ ഉള്ളവർക്ക് നല്ല പിങ് ഉണ്ടാവും. ഓരോരുത്തരുടെ നെറ്റ്വർക്കിന്റെ ഇതനുസരിച്ചിരിക്കും. ഇതൊക്കെ പോണെങ്കിൽ പൊക്കോട്ടെ, കുഴപ്പമില്ല. നമുക്ക് നാളെ രണ്ടും കൂടെ, നാളെ അറ്റ്ലീസ്റ്റ് വാർ മാത്രമേ ഉള്ളെങ്കിൽ KVയുടെ സിറ്റുവേഷൻ കഴിഞ്ഞിട്ട് ടൈമിനനുസരിച്ച് വാർ വിളിക്കാം. നമുക്ക് ഇത് മുമ്പോട്ട് നീട്ടി കൊണ്ടുപോകാൻ പറ്റത്തില്ല. മനസ്സിലായോ? പോകുന്നെങ്കിൽ അങ്ങ് പൊക്കോട്ടെ, ഒരു കുഴപ്പമില്ല. ഒരു പ്രീവാർ തോറ്റാ പോണത് ഒന്നും TVക്ക് തൽക്കാലം ഇല്ല. മനസ്സിലായ? അതൊക്കെ ഈ
ഇങ്ങനത്തെ ഇൻസെക്യൂരിറ്റി ഇഷ്യൂസ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ. ഒരു വാർ തോറ്റാ എന്തോ വലിയ ഡൗൺ ആവുമെന്നുള്ള ഇൻസെക്യൂരിറ്റി എന്തായാലും എനിക്കില്ല. VC ചെല്ലാൻ കോഡ് വിളിക്കുന്നോ? വീണ്ടും എന്നെ കോഡ് വിളിക്കുന്നു. വാ, ഓക്കെ. സപ്പോർട്ട് വെയിറ്റിംഗ്. ഹലോ ഹലോ. ആ ഓക്കെ, പറ. ആ പറഞ്ഞോ ബ്രോ, പറഞ്ഞോ. ആ ആ ആ